ആദം നബി അലൈഹിസ്സലാം മുതൽ ലക്ഷത്തിൽ പരം അംബിയാ മുർസലീങ്ങൾ പറഞ്ഞ വാക്ക് ഒരേ വാക്ക്, മുഴുവൻ സ്വാലിഹീങ്ങളും പറഞ്ഞ വാക്ക്, മുഴുവൻ ഔലിയാക്കളും പറഞ്ഞ വാക്ക്, മുഴുവൻ മുഖരീകളും പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്ന ഭിന്നമായി പോകല്ല. സുന്നത്ത് ജമാഅത്തിൽ നിന്ന്, ദീനിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകല്ല. ഖുർആൻ ഇതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐക്യം എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമാണ്. ഐക്യത്തിന്റെ രാജരീതി എങ്ങനെയല്ലേ നിങ്ങൾ വിഷയം വെച്ചത്? ഐക്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനിവാര്യമാണ്. പക്ഷേ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ തകർക്കാൻ ആരും മുതിരരുത്. ഇപ്പോൾ പത്രകോളങ്ങളിൽ സ്ഥലം പിടിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുന്നത് കാണാം. പറയുന്നത് കേട്ടാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം പറയുന്നത് കേട്ടാൽ സുന്നികളോട് വല്ലാത്ത മമതയുള്ളതുപോലെ തോന്നും. നക്കിക്കൊല്ലുകയെന്ന സ്വഭാവം കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ സുന്നികളുടെ അത് വിലപ്പോവുകയില്ലെന്ന് അവർക്ക് പഠിക്കാൻ ഇനിയും സമയമായിട്ടില്ല. എന്താണ് വിദഈ പ്രസ്ഥാനക്കാരോടൊപ്പം വേദികൾ പങ്കിടാമെന്ന് കാന്തപുരം സുന്നികൾ സമ്മതിച്ചതോടെ ഐക്യത്തിന് തെളിഞ്ഞു വരുമോ എന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇരിപ്പ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വിദ്യാർത്ഥികാരോട് ഐക്യപ്പെടാമെന്ന് സമ്മതിച്ചതായി നിങ്ങൾ എഴുതുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സിറാജുൽ പത്രത്തിലൂടെ എഴുതിയത്. ഞങ്ങൾ ഒരിക്കലും വിദ്യാർത്ഥികാരോടുള്ള ഐക്യപ്പെടലിന് ഇല്ല. പക്ഷേ ഹജ്ജ് കമ്മിറ്റിയിൽ വിദ്യാർത്ഥികാരിക്കുമ്പോൾ ഇരിക്കണം. കാരണം എന്താണ്? നമ്മുടെ ചെയർമാൻ അബ്ദുൽ ഹമീദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഹജ്ജ് കമ്മിറ്റിയിൽ ഞങ്ങൾ പറയുന്ന സുന്നികൾ മാത്രം എടുക്കാൻ കഴിയില്ല, ഗവൺമെന്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളാരും അവിടെ ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികാർ പറയും മദീനത്തേക്ക് പോകേണ്ടതില്ല, അതിന് സബ്സിഡി നൽകേണ്ടതില്ല, അതിന് ഗവൺമെന്റിന്റെ സഹായം വേണ്ടതില്ല എന്ന് പറഞ്ഞ് പാസാക്കി കളയാതിരിക്കാൻ, അതിനെ എതിർക്കാൻ ഹജ്ജ് കമ്മിറ്റിയിൽ പോകൽ അനിവാര്യമാണ്. അത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നതല്ല, പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ വഖഫ് ബോർഡിൽ സുന്നികൾ ഇല്ലെങ്കിൽ ഇവിടെ മൗലിദോദാനുള്ള വഖഫ്, റാത്തീബ് കഴിക്കാനുള്ള വഖഫ്, മരിച്ചവർക്ക് ഖുർആൻ ാനുള്ള വഖഫ് തുടങ്ങിയ ഒരുപാട് വഖഫുകളുണ്ട്. ഈ വഖഫുകളൊക്കെ ശിർക്കിന് വേണ്ടി വെച്ചതാണ്. അതുകൊണ്ട് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും അത് മുഴുവനും വിൽക്കാൻ ഓർഡർ ഇട്ട് കളയും, അല്ലെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള ഓർഡർ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിൽ ശുദ്ധികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ മുജാഹിദ് തെറ്റിച്ചു കളയും. അവിടെയും ഇരിക്കണം. വാദപ്രതിവാദത്തിനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും പ്രസംഗത്തിനും ഇരിക്കണം. ഇപ്പോൾ പാഠപുസ്തക ചർച്ചയുണ്ടായി. കേരള ഗവൺമെന്റ് പാഠപുസ്തക ചട്ടക്കൂട്ടിൽ ചില വ്യതിയാനം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളുണ്ടായി. അത് ഗവൺമെന്റിനെ അറിയിച്ചു. മന്ത്രി യോഗം വിളിച്ചു, വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചു. ആ യോഗത്തിന് ഞാൻ പോയി, മറ്റു പലരും പോയി, എല്ലാ കക്ഷികളും അവിടെ ഉണ്ടായി. അത് കക്ഷികളുമായി ഐക്യപ്പെടലല്ല, ഗവൺമെന്റിനോട് നമ്മുടെ ശബ്ദം അവിടെ എത്തിക്കാൻ നമ്മളവിടെ പോയതാണ്. നമ്മൾ പോയില്ലെങ്കിൽ മുജാഹിദിന്റെ ആശയം മാത്രം അവരവിടെ പറയും, സുന്നികളുടെ ആശയം പറയില്ല. ഉദാഹരണത്തിന് പറയട്ടെ, മദ്രസ കേരള ഗവൺമെന്റിന്റെ ചട്ടക്കൂട്ടിൽ ഒരു ഭാഗമുണ്ട്, കുട്ടികളെ സിനിമയും നാടകവും പഠിപ്പിക്കണമെന്ന്. അങ്ങനെ അവിടെ എടുത്തു കളയാനുള്ള കാര്യം, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ സിനിമയും നാടകവും പഠിപ്പിക്കാൻ സ്കൂളുകൾ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് ഞാൻ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ അല്ലാഹു
അവന്റെ ദീനിന്റെ കറാമത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ വായിലൂടെ പറയിച്ചു. എങ്കിലും ആദ്യം അദ്ദേഹം ഒന്ന് കുളത്തി. സിനിമയും നാടകവും ഒന്നും അത്ര തെറ്റല്ലെങ്കിലും അത് മോശമല്ലെങ്കിലും കുട്ടികളുടെ അത് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ സിനിമയും നാടകവും ശരിയാണ് എന്നാണ് അവരുടെ വാദം. അങ്ങനെ അവർ തെറ്റായ വാദങ്ങൾ ഉണ്ടാക്കിക്കളയും. അതുകൊണ്ട് ഗവൺമെന്റ് വിളിക്കുന്ന കമ്മിറ്റിയിൽ പോകണം. ഇങ്ങനെ ആധികാരികമായി ഇവിടെ പറയേണ്ടുന്ന വിഷയത്തിൽ പറയാൻ ഗവൺമെന്റ് വിളിക്കുന്ന സ്ഥലത്ത് പോകൽ അത് മറ്റു കക്ഷികളുടെ വേദിയിൽ പങ്കുവലല്ല, അവരെ ആദരിക്കലല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുകയാണ് ഞങ്ങൾ പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ജനങ്ങളെ ആദരിച്ചുകൊണ്ട് അവരെ വേദിയിൽ പങ്കിടുന്ന അതാണ് പറ്റില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹഖായ നിലക്ക് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എനിക്ക് സമയം ഉണ്ടായത് കൊണ്ടല്ല. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ്, വിദേശത്തിൽ നിന്ന് വന്ന ആളുകളുമായി ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ അനിവാര്യമാണ്. കൂടാതെ പല തിരക്കുകളുള്ളതിനാൽ ഞാൻ നീട്ടി പറയുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം, ഇവിടെ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഐക്യത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിഷ്പക്ഷമായി പഠിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ പറയുന്നത് 100% അംഗീകരിക്കുന്ന സുന്നികൾ മാത്രമാണ് എന്നെനിക്ക് വിശ്വാസമില്ല. ഒരുപക്ഷെ നിഷ്പക്ഷ അഹമ്മദികളെന്ന് പറയുന്നവർ അല്ലെങ്കിൽ മറ്റ് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. അവരോട് പറയാനുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മുർസലീങ്ങളിലുള്ള വിശ്വാസം, മുഴുവൻ വിശ്വാസങ്ങളും ഇവിടുത്തെ പുത്തൻ പ്രധാനക്കാർ മാറ്റിമറിച്ചിരിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി